അക്ഷയുടെ വെൽക്കം ടു വണ്ടർമലയാളം ചാനൽ. ഇതൊരു മൂവിയാണ്. ഒരു പ്രത്യേക എനിക്ക് തോന്നുന്നു എസ്പെഷ്യലി അതിന്റെ ടൈറ്റിലാണ് വയസ്സ് എത്രയായി, മേഡ് ഇൻ വടകര വയസ്സ് എത്രയായി 30. അതെന്താ ഈ ഒരു ടൈറ്റിൽ ഇടാൻ കാരണം? പിന്നെ ഞാൻ ചൈനയിലായിരുന്നു. ചൈനയിൽ നമ്മള് ആൾക്കാരോട് വയസ്സ് ചോദിക്കാൻ പാടില്ല. അപ്പൊ എന്നോട് വയസ്സ് ചോദിച്ചാല് ഡോണ്ട് ആസ്ക് മീ, മൈ ഏജ് ഇസ് മൈ തിങ്, ഡോണ്ട് ആസ്ക് മീ അങ്ങനെ പറയാം. ഞാൻ എന്താണ് പറയുന്നത് അതാണ് എന്റെ വയസ്സ്, അതുകൊണ്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ വയസ്സ് എത്രയായി എന്ന് പറഞ്ഞ ആ ടൈറ്റില് വയസ്സത്രയായി 30 എന്ന് പറഞ്ഞ് പിന്നീടാണ് വയസ്സത്രയ്ക്ക് ഊന്നൽ കൊടുത്തിട്ട് 30 ചെറുതാക്കിയത്. കാരണം കേന്ദ്ര കഥാപാത്രത്തിന് ഇതിൽ 30 എന്നാണ് പറയുക, ഒരിക്കലും 40 പറയില്ല. ഓക്കെ, കല്യാണം കഴിച്ചിട്ടില്ല, പെണ്ണ് ബെറ്റർ ഹാഫിനെ തേടിയിട്ടുള്ള യാത്ര അയാള്, ഒരു 10-15 വർഷമായിട്ടുള്ള യാത്രയാണ്. മെയിൻലി മലബാർ കൺസേൺ ചെയ്ത സബ്ജക്ട്. മേഡ് ഇൻ വടകര എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റീജിയണൽ മൂവി ലോകത്തിന് കാണിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഉദ്ദേശത്തോടെ കമ്പനി ഉണ്ടാക്കിയത് നോളിമിറ്റ് ഫിലിംസ്. നോളിമിറ്റ് ഗാർമെന്റ്സ് ആയിരുന്നു, നോളിമിറ്റ് ഫിലിംസ് ആയി മാറി. അപ്പോ ഇതിന്റെ സ്റ്റോറിയാണ് എന്തത്, ഒറിജിനൽ സ്റ്റോറി. സ്ക്രിപ്റ്റില് ഡയലോഗിനും എന്റെ കൂടെ ഫൈസൽ അബ്ദുള്ള എന്ന് പറഞ്ഞ ഒരാൾ കൂടെ. ഒരു 10 വർഷമായിട്ട് കുറെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഇതാണ് ഫസ്റ്റ് സ്ക്രിപ്റ്റ് വരുന്നത്. പക്ഷെ അതിനുള്ള പല സ്ക്രിപ്റ്റുകളും പല സിനിമകളായി വന്നിട്ടുണ്ട്. ഒരുപാട് കഥ പറയാൻ എക്സ്പീരിയൻസ് മാഷാണ്. പിന്നെ പ്രൊഡ്യൂസർ അജിയൻ ഇ എന്ന് പറഞ്ഞ ആളുണ്ട്, കൊപ്പേട്ടനാണ് വടകര. പിന്നെ ഒത്തിരി പേരും മലബാറിലാണ്. നടന്മാരായാലും ടെക്നീഷ്യൻസ് ആയാലും മ്യൂസീഷ്യൻസ് ആയാലും പാടിയവരായാലും 80% മലബാർ മേഖലയിലുള്ള ആൾക്കാരെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാണ്. ഞങ്ങൾ കൊച്ചിക്ക് വന്നത് ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ എഡിറ്റ് ചെയ്യാനും മാത്രം അവിടെ ചെയ്യായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകും. മെയിൻ വടകര ഇനി ഫ്യൂച്ചറിലുള്ള പടങ്ങളും വടകരയുള്ള പടങ്ങളായിരിക്കും, റീജിയണൽ പടങ്ങൾ. നമ്മൾ കോഴിക്കോടിന്റെ പടം പറയും, കണ്ണൂരിന്റെ പടം പറയും, കൊച്ചിന്റെ പടം പറയും, തിരുവനന്തപുരത്തിന്റെ കട പറയും, ബോംബെയുടെ കട പറയും. അതിനപ്പുറത്ത് ഒരുപാട് സ്ഥലങ്ങൾ ഉള്ളോട്ട് വടകര എന്ന് പറഞ്ഞ സ്ഥലത്ത് വടകര ഒരു ഭാഷയുണ്ട്, വടകര ഒരു ഭക്ഷണമുണ്ട്, ഒരു സംസ്കാരമുണ്ട്. ഇപ്പോ നമ്മള് ബോംബെയിലാണെങ്കിൽ മാഫിയ ലീഡർ മാറ്റർ ക്ലോസ് ചെയ്യും. എന്തെങ്കിലും ഫംഗ്ഷൻ പരിപാടികൾ ഉണ്ടെങ്കിൽ നമ്മളാണെങ്കിൽ പാർട്ടി ലീഡറാണ് പ്രശ്നം തീർക്കുന്നത്. കല്യാണ പ്രശ്നം ഉണ്ടെങ്കിൽ സഹായിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടാണ്. നല്ലൊരു സംസ്കാരം, നല്ല ഭാഷ. മുമ്പ് ഞങ്ങളെ ഭാഷേനെ പിന്നെ പരിഹസിക്കാറാണ്. മലബാർ ഭാഷ മലപ്പുറത്തുള്ള ഒരു മാപ്പിള ഭാഷയോട് താരതമ്യപ്പെടുത്തിന് അങ്ങോളം അത് പ്രിയദർശനം ക്രിസ്ത്യൻ മാമഴത്തിൽ എത്രത്തോളം വൾഗറാക്കാൻ വൾഗറാക്കിയിട്ടുണ്ട്. അതെ 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 ഭാഷയാണ്. അപ്പൊ ഇതിനായിട്ട് ഒരുപാട് ഭാഷയാണ് ഇപ്പൊ അടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനും ഫൈസലും കൂടി എഴുതുന്ന അടുത്ത തിരക്കഥകളൊക്കെ വടകര നടക്കുന്ന കഥ, അല്ലെങ്കിൽ വടകര, അല്ലെങ്കിൽ അതിനപ്പുറത്തൊരു റീജിയൻ, അല്ലെങ്കിൽ കണ്ണൂരിന്റെ തലശ്ശേരി, മമ്പറം. റീജിയണൽ മൂവി, റീജിയണൽ കൾച്ചർ, റീജിയണൽ പിന്നെ ലാംഗ്വേജ്, റീജിയണൽ സംസ്കാരം, റീജിയണൽ ഭക്ഷണം, റീജിയണൽ വസ്ത്രങ്ങൾ. ഇതിലേക്ക് ഇപ്പൊ ചിത്രയുടെ ഡ്രസ് നോക്കിയാൽ മതി. പിന്നെ ഗർഭിണിയാണ്, ഗർഭിണി. പിന്നെ അതുപോലെ തന്നെ അടിയിൽ അണ്ടർസ്കേർട്ട്, സാരിക്ക് അടിയിൽ എടുക്കുന്ന അണ്ടർസ്കേർട്ട് താഴെ. പിന്നെ ഇദ്ദേഹത്തിന് കപ്പിൾസ് ആണ്. വയസ്സത്രയെന്ന് ടൈറ്റിൽ അതാണ്. കല്യാണം കഴിക്കാതെ നടക്കുന്ന ഒരു ചെറുപ്പക്കാരുടെ കഥ മാത്രമല്ല, വയസ്സത്രയായി എന്ന് പറഞ്ഞ സബ്ജക്ട് അതിനൊരു ഭാഗം മാത്രമാണ്. അതുപോലെ ഒരുപാട് കഥകളിൽ ലോകത്തിന് കാണിക്കാൻ പറ്റിയ റീജിയണൽ കഥകളിൽ ഒന്ന്. മെയിൻ സബ്ജക്ട് കല്യാണ പ്രശ്നമാണ്. ഞാൻ അനുഭവിച്ച എന്റെ ചുറ്റുപാട്. ഇതിലെല്ലാ കഥാപാത്രവും ഒറിജിനൽ ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് ആൾക്കാർ അഭിനയിക്കുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോ പിന്നെ കുറച്ച് പൈസ ഒരു ആസിഫ് അലിനെയും കുഞ്ചാക്കോമനൊക്കെ കൂട്ടായിരുന്നു. അതല്ല, ഇതിലെ കേന്ദ്ര കഥാപാത്രം 40 വയസ്സ് തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അത് പ്രശാന്ത് മുരളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതെ അതെ. പിന്നെ എല്ലാ കഥാപാത്രങ്ങളും പാർട്ടി സെക്രട്ടറി രമ്യ സുരേഷ്. പിന്നെ ഹീറോയിൻസ് ഒക്കെ എന്തായാലും ഡിഫറെന്റ് ആണ്. നിങ്ങൾ ഒരുപാട് പേരുണ്ട്. ഞാനൊരു കാര്യം മാത്രം പറയാം, പിന്നെ അടുത്ത് കിടന്നു. ഞാൻ 26 വയസ്സൊക്കെ ഞാൻ ഒരു പെണ്ണാണ് പോയിരുന്നു. ആ പെണ്ണ് 29 വയസ്സാണ്. അതും അവള് മൂത്ത. അതിനകത്ത് 5 പെൺകുട്ടികളുണ്ട്, 4 5 പെൺകുട്ടികൾ, വാടക വീട്. ആ പെൺകുട്ടിനെ കല്യാണം കഴിച്ചു തന്നിട്ടില്ല. അവളെ കല്യാണം കഴിച്ചു കൊടുത്തത് എന്റെ തൊട്ടപ്പുറത്തുള്ള 10ാം ക്ലാസ് തൊട്ട് KSBയിൽ മസ്തൂറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്കാണ്. ആ ജോലിനെ കാര്യം പറയുന്നില്ല കേട്ടോ. അയാള് സർക്കാർ ഉദ്യോഗ ആയതുകൊണ്ട് അയാൾക്ക് കെട്ടിച്ചു കൊടുത്ത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ചൈനയിൽ 2 ലക്ഷം ഡോളർ വാങ്ങുന്ന കല്യാണം കഴിച്ചതല്ല. 28 വയസ്സാണ് എന്നോട് ചോദിക്കുക വയസ്സ് എത്രയാണ്. അവിടെയാണ് സ്റ്റാർട്ട്. അപ്പൊ ഞങ്ങള് ഇത്രയും ദിവസങ്ങൾ ഇന്റർവ്യൂ നടത്തിയതില് ഒട്ടുമിക്ക പേര് 30 വയസ്സിനുള്ള കല്യാണം കഴിച്ചില്ല. അപ്പൊ ഞാൻ വെച്ചത് മലബാറിലെ പ്രശ്നമാണ്. അല്ല, ഇതെല്ലാ സ്ഥലത്തുണ്ട്, കേരളം മുഴുവൻ. ആവാം. പക്ഷെ ഇനി പെണ്ണാണോ നോക്കി നോക്ക്, എന്താ ജോലി നോക്കും. ആരാണ് മീഡിയയിലാണെന്ന് പറയും.
പറയാൻ പറയുന്നത്. ഇല്ലെങ്കിൽ ജാതകം വാങ്ങും നിങ്ങളുടെ അടുത്ത്. ആ ജാതകമായിട്ട് ഏതെങ്കിലും ഒരു കണിയാനെ കൊണ്ട് നോക്കിപ്പിച്ചിട്ട് അയ്യോ ചെറിയൊരു പ്രശ്നമാണ് വെറുതെ തിരിച്ചു തരും. 5 ഞാൻ എന്റെ വൈഫും ഫേക്ക് ജാതകം കേട്ടോ. ഞങ്ങൾ ഈ സിനിമയിലുള്ള ക്യാരക്ടർ പോലെ തന്നെ എന്റെ സ്റ്റോറി പോലെ തന്നെ എനിക്ക് എന്റെ ഒറിജിനൽ ജാതകമല്ല ഞാൻ കല്യാണം കഴിച്ചത്. കാരണം ഒറിജിനൽ ജാതകം നോക്കിയിട്ട് പെണ്ണിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ശുദ്ധ ജാതകം ഉണ്ടാക്കി. ആ ശുദ്ധ ജാതകം ഉണ്ടാക്കി കഴിഞ്ഞാല് ശുദ്ധന്റെ കൂടി മാച്ചാവും, 8 നക്ഷത്രങ്ങൾ കൂടെ മാച്ചാവും. പെണ്ണാണ് പോകുമ്പോൾ നമ്മൾ കുറെ നക്ഷത്രത്തിന്റെ ജാതകം കയ്യിൽ വെക്കും. കയ്യിൽ വെച്ചിട്ട് അവര് പെൺകുട്ടി പറയും പേരെന്താ ഇത് എന്ന നാള്. അപ്പൊ നാള് അനിഴം എന്ന് പറഞ്ഞാൽ അനിഴത്തിന് മാച്ചായിട്ടുള്ള എനിക്കറിയാം എവിടെയാണല്ലോ. ഇതാണ് വരുമ്പോൾ കൊടുക്കുന്നത്. ഇത് പിന്നീട് പറഞ്ഞു കഥ സിനിമ വരുമല്ലോ, സിനിമയിൽ കാണിക്കല്ലോ ഈ സീൻ. ശരിക്കും ജാതകം ഇല്ല പക്ഷെ ഇപ്പോഴും അവര് നല്ല പ്രശ്നമില്ലല്ലോ. എന്റെ അമ്മയും അച്ഛനും 10-8 പൊരുത്തായിരുന്നു. പക്ഷെ എനിക്കൊരു 10 ദിവസം കൂടി സന്തോഷത്തിൽ ജീവിച്ചില്ല. നിങ്ങൾക്ക് മാറ്റി മറക്കണം. ഞാൻ നമ്മളെ ഷൈൻ ടോക്ക് ചോക്ക പറഞ്ഞില്ലേ, എന്തിനാണ് ആണ് പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകുന്നത്? പെണ്ണിന് ആണിനെ ഇങ്ങോട്ട് വാ. അതാണ് സബ്ജക്ട്. പിന്നെ അതില് ചിത്രയാണ് ഒരു പ്രധാന കഥാപാത്രം അഭിനയിച്ചിരിക്കുന്നത്. എന്റെ പേരാണെങ്കിലും പിന്നെ ഒരു മെയിൻ റോളാണ്. എല്ലാ വീട്ടിലും ഇതുപോലൊരു ഉണ്ടാവും. അതുപോലെ ഞാൻ എന്ന റോൾ ചെയ്ത അളിയനാണ്, നായകന്റെ അളിയനായിട്ടാണ്. ഏട്ടനും അനിയനും, അതെ ഏട്ടനും അനിയനും ഇല്ലെങ്കിൽ അളിയനാണ്, ഏട്ടനും അനിയനും കൂട്ടുകാരനും. അതാണ്. കാരണം അതങ്ങനെയാണല്ലോ. എനിക്ക് ചേട്ടനല്ല ഇപ്പൊ വരുന്ന അളിയനായിരിക്കും. അതെ അതെ. ചേച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ചേച്ചി ആദ്യ സിനിമ തന്നെ ഒരു പ്രത്യേകതയാണ്. കാരണം അഭിനയം കൊണ്ടായിരുന്നാലും ശൈലി പ്രസന്റേഷന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇതിലെങ്ങനെയാണ് ചേച്ചി എത്തിയത് ഈ കഥാപാത്രം? ഞാനത് പിന്നെ നമ്മള് ഇതിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ ഞാനും ഫൈസൽ അബ്ദുലും കൂടിയാണ് കാസ്റ്റിംഗ് ഡയറക്ടർ. ഞങ്ങൾ ഓരോ പടം ചെയ്യുമ്പോഴും അദ്ദേഹമാണ് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോരുത്തരെയും. പക്ഷെ ഒരു പാർട്ട് ഞാനാണ് സെലക്ട് ചെയ്തത്. ഞാൻ സെലക്ട് ചെയ്ത പാർട്ടുകളിൽ ഫസ്റ്റ് ഡിസൈഡ് ചെയ്ത ചിത്രയാണ്. ഞാൻ നത്തൻ കേസോട് കണ്ടതുകൊണ്ട് മാത്രമല്ല, അതിനുശേഷം ഇന്റർവ്യൂസ് ആണ് ഞാൻ കണ്ടത്. നത്തൻ കേസുകളിൽ ആ ഡയറക്ടർ ആ ക്യാരക്ടർ മാത്രം പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനുശേഷം വളവളാന്ന് വർത്തനം പറഞ്ഞൊരു അനിയത്തിയാണ് എനിക്ക് പടത്തിൽ ആവശ്യമുണ്ടായിരുന്നത്. നമ്മൾ എഴുതി കൊടുക്കുന്നതല്ലാതെ അതിനപ്പുറത്ത് പറയുന്നത് ഒരു. പിന്നെ എന്ത് കോസ്റ്റ്യൂംസും, പിന്നെ വടകര സ്ലാങ് പെട്ടെന്ന് പിടിക്കാൻ പറ്റും, കാസർഗോഡുള്ളതാണ്. പിന്നെ ഭയങ്കര ഹൈപ്പുള്ള ഒരു നടിയായിരിക്കരുത്, ഒരു ഫ്രഷ്നെസ് വേണം. ഇതിലെല്ലാവർക്കും ഫ്രഷ്നെസ് വേണം. നമ്മൾ അമ്മ എന്ന് പറയുമ്പോൾ ഉടനെ കയറി വരും ബിന്ദു പണിക്കറും, പിന്നെ ഇവരൊക്കെ കയറി വരും. ചേച്ചി എന്ന് പറയുമ്പോൾ ഉടനെ കയറി വരും, പിന്നെ അരുമ്യ സുരേഷും, ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാർ. ഏട്ടൻ എന്ന് പറയുമ്പോൾ ജോണി ആന്റണി, ജാഫർ ഇടുക്കി, ഹരീഷ് കണാരൻ, ഇങ്ങനെ ഒരു കൂട്ടം പേര് ലെവലിൽ കിടക്കും. അച്ഛൻ എന്ന് പറയുമ്പോൾ സിദ്ദിഖ്, ഇവരൊക്കെ ഇതൊന്നും പറ്റില്ല. അമ്മ സുഡാനിൽ അഭിനയിച്ച അമ്മ, പാവ അമ്മ ഇവിടെ പഠിച്ചു. നാത്തയും കേസുകളിൽ ഭയങ്കര മന്ത്രി പരിവേഷമുള്ള അച്ഛൻ ഇവിടെ ചൊറിയെന്നാണുമാണ്. ഞാൻ ഇതിൽ കാസ്റ്റ് കണ്ടപ്പോൾ പോലും എല്ലാവരും ഒരു പ്രത്യേക ഒരു ഗ്രാഫിലുള്ളവരാണ്. കാരണം എല്ലാം അവരവരെ പീക്കിന് ഒരു ടോപ്പാണ്. എസ്പെഷ്യലി അച്ഛന്റെ റോൾ പറഞ്ഞത് ഞാൻ ഒന്നാമത് ചോദിച്ചു, നേരത്തെ മന്ത്രിയായിട്ട് അഭിനയിച്ച വ്യക്തിയല്ലേ സുഡാനി, ആ അമ്മ, എല്ലാവരും അവരുടെ ഒരു ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റ്. ഇത് എന്തെങ്കിലും കോയിൻസിഡൻസ് ആണോ? പ്രശാന്ത് ഏട്ടനായിരുന്ന പോലും ആ ഒരു ബെഞ്ച് മാർക്ക് മറുമയത്തിലുള്ള ആ ചേട്ടൻ എല്ലാരും ഓരോരോ ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്തത് ചേച്ചി പോലും. അതെ. ഇനി ഒരു സംഭവം നമ്മൾക്ക് ഒരു സംഭവമുണ്ട്. ഇപ്പം പ്രൊഡ്യൂസർ പറഞ്ഞ് ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഇപ്പോ മെയിൻ സ്ട്രീമിലെ നടന്മാരുടെ അടുത്ത് 5 കോടി 6 കോടി രൂപയുടെ പടം എടുത്താലും, ഞങ്ങളെ പോലുള്ള ആൾക്കാർ ചേർന്ന് 2.5 കോടി രൂപയുടെ സിനിമ എടുത്താലും, സക്സസ് ആയാൽ കോടിയും, ഫെയിലായാൽ 2 കോടിയാണ് നഷ്ടം. ആസിഫ് അലി വെച്ച് മുഞ്ചാക്കൂർ എടുത്ത് പടം ഫെയിലാൽ 2 കോടി നഷ്ടം. ഞങ്ങൾക്ക് അഭിനയിച്ചിട്ട് പടം നഷ്ടം 2 കോടിയാണ് നഷ്ടം. കാരണം അവരെ വിളിച്ച് തന്നെ ഈ മാർക്കറ്റിംഗ് എമൗണ്ട് കിട്ടുമായിരിക്കും. ഇപ്പൊ അതുമില്ല. ഒട്ടിറ്റിയും സാറ്റലൈറ്റൊക്കെ പടം കണ്ട് പടം ഓടി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷമേ ഉള്ളൂ. അപ്പൊ ആര് വെച്ചെടുത്താലും അപ്പം അതിന്റെ ഒരു റിസ്കിന്റെ ആവശ്യമില്ല. അതെ അതെ, ആ മാത്രമേ കേൾക്കുള്ളൂ. പിന്നെ കണ്ടന്റ് പ്രശാന്തിന് പറഞ്ഞു കൊടുത്തു. പ്രശാന്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൽ സീരിയസ്നെസ് മനസ്സിലായില്ല. എല്ലാം കഴിക്കാത്ത ആൾക്കാർ എത്രയുണ്ടെന്ന് വെച്ചു. അപ്പൊ ചിത്രക്ക് മനസ്സിലായില്ല. അവർക്ക് നേരത്തെ എല്ലാം കഴിച്ച ആൾക്കാരാ. ഇവര് ലൊക്കേഷൻ വന്ന് നോക്കുമ്പോൾ നാട്ടുമ്പുറത്ത് 19 പേര് ഇവരെ ചുറ്റിപ്പറ്റുന്നുണ്ട്. എല്ലാം കഴിക്കാത്ത ആൾക്കാർ. എല്ലാരെയും റിലേറ്റ് ചെയ്യാൻ പറ്റും. ആ വടകരയിൽ കാണാൻ വന്നവരും എല്ലാരും. അതുകൊണ്ടാണ് ഫസ്റ്റ് സിനിമ തന്നെ വടകര എടുത്തത്. ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് മനസ്സിലായി, ലൈഫിൽ വന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് വടകര തന്നെയായിരുന്നു ഡിസൈഡ് ചെയ്തത്. ആദ്യത്തെ ഷൂട്ടിന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ വെച്ച് മതി. അതെ. പിന്നെ ഒരുപാട് നല്ല ഗുണങ്ങൾ. പിന്നെ എന്റെ നാടാണ്, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു 12 സെന്റ് സ്ഥലത്തിന് 5 വീടും അത്രയും വീടുകളിലെ കഥാപാത്രങ്ങളാണ്.
എനിക്ക് എന്റെ ഫേവറേറ്റ് ഡയറക്ടർ സത്യൻ അന്തിക്കാടാണ്. അപ്പോ സത്യൻ അന്തിക്കാടിന്റെ പടം ഭയങ്കര ടെക്നിക്കും ഭയങ്കര ഇതൊന്നുമില്ല. പക്ഷെ ആ സത്യൻ അന്തിക്കാടിന്റെ പടം ഒരുപാട് ടെക്നിക്കൽ എക്സ്പെക്ട്സ് യൂസ് ചെയ്തിട്ടുള്ള സിനിമയാണ് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ അടുത്ത് വന്ന ഭയങ്കര ഇഷ്ടപ്പെട്ട പടം കൊറോണ ധവാൻ. ഞാൻ 3 പ്രാവശ്യം കണ്ടു. എന്റെ അടുത്തുള്ള ആൾക്കാർ ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ആക്ഷൻ പടം അത് എക്സ്ട്രീം ആയിരിക്കണം. ആദ്യം പോലെ വെറുതെ ആക്ഷൻ പടം ചെയ്ത് കാര്യമില്ല. ഒരു ആർട്ട് പടം എടുക്കണം, ആർട്ടിന്റെ എക്സ്ട്രീം ആയിരിക്കണം, അല്ലെങ്കിൽ കോമഡി ആയിരിക്കണം. ജനങ്ങൾക്ക് സ്ട്രെസ്സിന്റെ അടുത്ത് തിയേറ്ററിൽ വന്നിരിക്കാനുള്ള ഒരു കോമഡി. ഞങ്ങള് ഇതിലെ കുഞ്ഞു കുഞ്ഞു നുറുങ്ങുകള്, ആരും കാണാത്ത ചെറിയ ചെറിയ സാധനങ്ങൾ വീട്ടില് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന നുള്ളാൻ പറ്റിയ സീനുകളുള്ളത്. ബാക്കി ചിത്രം പറയും കഥാപാത്രത്തെ. ഇതിലൂടെ എന്തൊക്കെ ആക്ച്വലി ഇന്നതാണ് കേസോടുള്ള ടീച്ചർ വന്ന് ഇവിടെ അനിയത്തി റോള് വന്നത് എത്രമാത്രം പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു? സത്യത്തിൽ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായില്ല. സിജുവേട്ടൻ പറഞ്ഞ കണക്ക്. കാരണം എനിക്ക് ഈ സിനിമ എന്ന് പറയുന്നത് ഇതൊരു ആഗ്രഹം എന്നല്ലാതെ ഇതിലേക്ക് ഭയങ്കരമായി പ്രിപ്പയർ ചെയ്യണം, അങ്ങനെ കാര്യങ്ങളൊന്നും മനസ്സിൽ കൊണ്ടു എങ്ങനെയാന്ന് അറിയില്ല സത്യത്തില്. അപ്പോ എന്നതാൻ കേസുകളിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയ 2-3 സീൻസ് മാത്രമേ ഉള്ളൂ. അതിന് അതിന്റേതായ രീതിയിൽ അപ്രോച്ച് ചെയ്തത്. പക്ഷെ സിജുവേട്ടൻ ഈ സിനിമയ്ക്ക് വേണ്ടി വിളിച്ച സമയത്ത് ഞാനും ഇതിന്റെ ഈ ഒരു ഇഷ്യൂവിന്റെ സീരിയസ്നെസ് ഞാനും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ആ ക്യാരക്ടർ പറഞ്ഞു, പക്ഷെ 2 ദിവസം കൊണ്ട് തിരിച്ച് വീട്ടിൽ പോകേണ്ടി ഒരു ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് ഇത് താങ്ങാൻ പറ്റുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു ഈ ഒരു ക്യാരക്ടർ ചെയ്ത് തീർക്കാൻ വേണ്ടി. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബേർഡൻ ആയിരുന്നു. ഒരു ത്രൂ ഔട്ട് അങ്ങനെയല്ല, ഇങ്ങനെ ഒരു സഹോദരി ക്യാരക്ടർ കുറച്ച് എക്സ്പീരിയൻസ് ഒന്നുമില്ല, അങ്ങനെയുള്ള വലിയ ക്യാരക്ടർ ഒന്നും ചെയ്തിട്ട് ആ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്ത് പെട്ടെന്ന് ഇതിലേക്ക് വന്നു. പിന്നെ വടകര സ്ലാങ് സിജുവേട്ടൻ പറഞ്ഞ പോലെ മലബാർ തന്നെ ആണെങ്കിലും വടകര സ്ലാങ് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അതിന്റേതായ ഒരു കുറച്ച് അതിനൊരു താളമുണ്ട്. ആ വടകരക്ക് അതിന്റേതായ താളമുണ്ട്. പക്ഷെ മലബാർ എല്ലാരും എല്ലാം ഞാൻ എല്ലാവർക്കും സ്നേഹമുണ്ട്. പക്ഷെ മലബാർ ആൾക്കാർക്ക് പ്രത്യേക ഒരു സ്നേഹമാണ്. അത് ആ ഒരു സ്നേഹത്തിന്റെ പുറത്ത് അവിടെ നിൽക്കുമ്പോ ആ ഒരു പേടിയും പോയി. ആ ക്യാരക്ടർ എന്നിലേക്ക് എത്താൻ പിന്നെ എനിക്കുള്ളതും എന്റെ ഒരു ബ്രദർ തന്നെയാണ്. ആ ഒരു ബോണ്ടിങ് വലിയ കുഴപ്പമായിട്ട് ഉണ്ടായിരുന്നില്ല. പ്രശാന്തേട്ടനും സീനിയറാണെന്നില്ല, ആ ഒരു ഭാവമൊന്നും ഇല്ലാതെ തെറ്റാണെങ്കിൽ അങ്ങനെ ചെയ്ത് അത് നന്നായിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു തന്ന് ആ രീതിയിൽ അത് ചെയ്തു. കുഴപ്പമില്ലാതെ. പിന്നെ അത്യാവശ്യം ഞാൻ പറഞ്ഞില്ല, ഈ ഒരു സിനിമ ഇതിന്റെ ഒരു തീം എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ആ ഒരു കുശുമ്പും എല്ലാം അത്യാവശ്യം ഏതൊരു സഹോദരിമാർക്കുള്ളത് പോലെ ഉണ്ട്. അപ്പൊ വലിയ പ്രിപ്പറേഷന്റെ ആവശ്യമൊന്നും ഉണ്ടായില്ല. പിന്നെ ആ സ്ക്രിപ്റ്റിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഡയറക്ടർ ആയാലും ഷിജുവേട്ടനായാലും ബാക്കിയുള്ളവരായാലും പിന്നെ നാട്ടുകാരായാലും പറഞ്ഞു തന്നു. കാരണം ഇപ്പം പറഞ്ഞൊരു കാര്യമാണ്, ഓരോ നാട്ടിൽ പോകുമ്പോൾ അവർക്ക് പ്രത്യേക രീതിയിലുള്ള സ്നേഹമായിരിക്കും, നമുക്ക് അറിയാവുന്നതാണ്. അപ്പം എന്തായാലും വളരെ സന്തോഷമുണ്ട്. പിന്നെ ചേച്ചി ഒരു കാര്യം പറഞ്ഞു, ഇതിന് ഒരു പ്രത്യേക വേണം, ഗർഭിണിയാണ്. അപ്പൊ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് സ്ത്രീകൾ. അപ്പം എത്രമാത്രം ഒരു ക്യാരക്ടർ ഇൻവോൾവ്മെന്റ് വരുമല്ലോ, അത് ഞാനും പറഞ്ഞ കല്യാണം എനിക്ക് 14 വയസ്സുള്ളൊരു മോനുണ്ട്. അപ്പൊ ഒരു ക്യാരിങ് എല്ലാം ശരിക്കും മറന്നുപോയി. അതെ, ഒന്നാമത്തെ ദിവസം കാര്യം പറയട്ടെ, ഞാന് എല്ലാരും പോലെ ഭയങ്കരമായിട്ട് ഡയറ്റ് ചെയ്യണം വലിയണം എന്നെല്ലാം വിചാരിച്ചത് വടകരയിലേക്ക് വന്നേ. പക്ഷെ മധുരത്തിനോടുള്ള ഭയങ്കര താല്പര്യം വടകരന്റെ ആ ഫുഡും അതെല്ലാം കാണുമ്പോ ഞാൻ അറിയാതെ നന്നായിട്ട് ഭക്ഷണം എല്ലാം കഴിക്കാൻ സെറ്റില് മറ്റ് സാധാരണ ഈ പറഞ്ഞ പോലെ ആ നാടിന്റെ കൾച്ചറിനനുസരിച്ചുള്ള ഫുഡും കാര്യങ്ങളും തന്ന് അറിയാതെ ഞാൻ എന്നെ തടിയച്ചൂരിന്റെ ക്യാരക്ടറായി ഏകദേശം. ഇവിടെ ഫസ്റ്റ് ദിവസം ചിത്ര കോസ്റ്റ്യൂം കിട്ടു, ഗർഭിണി 6 മാസം ഗർഭിണിയുടെ വയറൊക്കെ വെച്ചു. പിന്നെ അപ്പോ 6 മണിക്ക് പറഞ്ഞു ഫസ്റ്റ് ഷോട്ട് പോകും. അത് 9 മണി ബ്രേക്ക്ഫാസ്റ്റ് സമയം. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് സമയം ഇങ്ങനെ നടന്നു വരുന്ന ക്യാൻറ്റീനിൽ നടന്നു വരുമ്പോ അപ്പം സ്ത്രീകളൊക്കെ പറയും, മോനെ ഗർഭിണിയാണ്, മോനെ ആദ്യം മോനെ എന്ന് പറഞ്ഞേ. അപ്പൊ ഇതിൽ കോംപ്ലിമെന്റ് ആയിട്ട് അതെ ഇല്ല അല്ല അപ്പൊ ഓക്കെയാണ് ഇത്. ഞാൻ ഇത് എന്റെ ആ ഒരു മാനേജ് നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയല്ല, അത് വന്ന് വീണതാണ് പറയാം. ഞാനെപ്പോഴും ഡയറക്ടറോട് പറയാറുണ്ട്, പിന്നെ അവളോട് എന്താണ് സീന് പറഞ്ഞു കൊടുത്താൽ ഇവളെങ്ങനെ ചെയ്തോളെന്ന് പറയും. ഒരു ഗർഭിണിക്ക് ഒരു ഗർഭിണിക്ക് ഏറ്റവും വലുത് അവളെ വയറാണ്. അപ്പൊ എന്ത് ഇമോഷൻ വരുമ്പോ ആദ്യം വയറിനെ പിടിച്ച് ഇങ്ങനെ അറിയാതെ വന്നതാണ്. ആ സമയത്ത് കുറച്ച് മാസങ്ങൾ കൂടിയാണ് എന്റെ വൈഫ് പ്രസവിച്ചത്. അപ്പൊ ഞാനും എന്നും വാച്ച് ചെയ്യാറുണ്ട്, ഇവൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അപ്പൊ വയറ് പിടിച്ചാണ് താഴ്ത്തി വെക്കുക. അതുപോലെ തന്നെ ഞങ്ങൾ തമ്മിലൊരു സീനിൽ എന്നോട് ഇവളാണ് പറഞ്ഞു തന്നത്, വയറ് പിടിച്ചിട്ട് പറഞ്ഞാൽ മതി, മക്കളാണ് സത്യം.
അത് നമ്മള് അത് ഇഷ്യൂ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു അങ്ങനെ ഒരു അതൊന്ന് ഗർഭിണിക്ക് വയറാണ് ഏറ്റവും വലുത്. ഒരു കുടീന് ഏറ്റവും വലുത് കുപ്പിയാണ്. ഞാൻ ത്രൂ ഔട്ട് ആ പടത്തിൽ മദ്യപിക്കുന്നതുകൊണ്ട് എന്ത് പറയുമ്പോൾ ഞാൻ മദ്യമായിട്ട് അത് നാട്ടിൽ പുറത്ത് തന്നെയാണ് ബീവറേജിലെ കൊണ്ട്. പിന്നെ ഇന്നലെ സാധനം രാവിലെ എന്നാ പറയാ, ഓ ഇന്നലെ ആടുന്ന് കുടിച്ചിട്ട് ഭയങ്കര ഭയങ്കര പോയി, ഇന്നലെ പരിപാടി വൈകുന്നേരം പോണ്ടേ, എടാ കോഴിയോട് ആടെ സാധനം ഉണ്ടാവില്ലടാ, മിൽത്ത് കയറുന്നത് മറ്റെന്താ ഈവന്റെ ത്രൂ ഔട്ട് സബ്ജക്ട് ചെയ്താ ഉണ്ടാവുക. ഗർഭിണിക്ക് എന്തായാലും ആകെ വയറാണ് ഏറ്റവും വലുത്. പിന്നെ ഈ ഒരു നമ്മളൊരു സബ്ജക്ട് നമ്മളതിന് വരുന്നു, ആദ്യം ഇതെന്തുകൊണ്ടാണ് ഈ ഒരു സബ്ജക്ട് ആണെന്ന് പറഞ്ഞു, പക്ഷെ ഫസ്റ്റ് സിനിമ തന്നെ ഇതാക്കണമെന്ന് തീരുമാനിക്കാൻ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഒരുപാട് റീജിയണൽ കഥകൾ പറയാനുള്ള ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ ഒരുപാട് സ്ക്രിപ്റ്റ് ഉണ്ട്, നാട്ടുമ്പുറത്തിൽ ഒരുപാട് കഥകളിൽ. അതിൽ ആദ്യത്തെ ഇത് എടുത്തു എന്നേ ഉള്ളൂ. കല്യാണം കേൾക്കാത്ത ആൾക്കാരുടെ കഥ എന്ന് പറയുന്നതിലുപരി ഒരു മലബാറിന്റെ സംസ്കാരമുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ഭാഷാ സംസ്കാരമുള്ള ഒരു ചെറുപ്പക്കാരന്റെ കഥ. ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയാണ് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, പെണ്ണായാല് ഒരാണ് കൂട്ടിന് വേണം, ആണായാൽ കൂടെ കൂട്ടാൻ പെണ്ണും വേണം. ഒരു 40-45 വയസ്സാകുമ്പോഴത്തേക്ക് അവനൊന്നും ഇല്ലാതാവും, അവൻ ഒരാൾക്ക് വിലയില്ലാതാവും. എത്രയോ അമ്മമാർ നമ്മുടെ നാട്ടിൽ. ഇപ്പൊ എന്റെ അമ്മയുടെ ഫ്രണ്ട് എന്റെ വീട്ടിൽ വന്നാൽ ആ അമ്മയുടെ മോന്റെ കല്യാണം കഴിച്ചെങ്കിൽ വന്നാൽ പറയും, മോളെ എന്തെല്ലാം ഇവിടെ എവിടെയെങ്കിലും പെണ്ണുണ്ട് മോനെ, എനിക്ക് നീ നോക്കണേടാ, ഇതാണ് ഒരു സംസ്കൃതി. 40 വയസ്സൊക്കെ ആകുമ്പോൾ അമ്മമാർ ശരിക്കും വേദനിക്കും. പിന്നെ അവർക്ക് ആവലായി തുടങ്ങും. എത്ര മക്കളാണ് കല്യാണം കഴിക്കാത്ത? ഇവിടെ പെൺകുട്ടികൾ കുറഞ്ഞിട്ടല്ല, കുറഞ്ഞിട്ടാണോ? പെൺകുട്ടികൾ കൂടുതലാ. ഞങ്ങളറിയാം ചൈനയിൽ കുറെ പെൺകുട്ടികളും ആൺകുട്ടികളും വളരെ കുറവാണ്. അപ്പൊ അച്ഛനമാർ സാറ്റർഡേ സൺഡേ ഗാർഡനിൽ ഈ ബോർഡും പിടിച്ചു നിൽക്കും, ലുക്കിംഗ് ഫോർ ബോയ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കും. ചൈനീസ് എഴുതി വെക്കും, ശാവശ്യം എഴുതി വെക്കും. എന്നിട്ട് അതെടുക്കുക. അത്രയും അവർക്ക് ടഫാണ്. ഇവിടെ അതുപോലെ തന്നെ. അവിടെ എങ്ങനെ നിറങ്ങള് അങ്ങനെ ആയിരിക്കണം ഇവിടെയും കൾച്ചർ മാറി വരേണ്ടത്. ഈ ഡിഗ്രി ഒക്കെ പഠിച്ച് ഒരു 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 പി ജിക്കൊക്കെ പോകുമ്പോഴാണ് പെൺകുട്ടിക്ക് ഭയങ്കര പിന്നെ ഇതുവരെ എക്സ്പെക്ടേഷൻസ് വരുന്നത്. ചെക്കനും അതുപോലെയാണ്. ഇവിടെ പഠിച്ചത് ബാംഗ്ലൂരിലെത്തി, ഒന്ന് ചെന്നൈയിലെത്തി, അല്ലെങ്കിൽ ഒന്ന് ഗൾഫിൽ പോകുമ്പോഴാണ് അവന്റെ ഒന്നും സാധനങ്ങൾ മാറിക്കുന്നത്. വിദേശത്ത് മോസ്റ്റ്ലി എന്താ ചെയ്യാന്ന് വെച്ചാല് പഠിക്കുമ്പോഴേ ഒരു ഗേൾഫ്രണ്ട് ഉണ്ടാവും, അല്ലെ? പ്ലസ് ടു പഠിക്കുമ്പോഴോ 10ാം ക്ലാസ് പഠിക്കും ഗേൾഫ്രണ്ട്. ആ ഗേൾഫ്രണ്ട് എല്ലാം ഷെയർ ചെയ്യുന്നത്, കുട്ടിക്കാലം ഷെയർ ചെയ്യുന്ന അവളോടെയാണ്. നിങ്ങൾ ഏറ്റവും വലിയ ഫ്രണ്ട് ആരായിരിക്കും? ഇന്ന് കിട്ടിയ ഫ്രണ്ട് അല്ല ഏറ്റവും വലിയ ഫ്രണ്ട്. നിങ്ങൾ എന്നും ഹെൽഡ് ആയിട്ടുള്ള റിലേഷൻ. നിങ്ങൾ 7ാം ക്ലാസ് പഠിച്ച 5ാം ക്ലാസ് പഠിച്ച കുട്ടിയാണ്, 10ാം ക്ലാസ് പഠിച്ച. ഇപ്പം 10ാം ക്ലാസ് പഠിക്കുമ്പോൾ കുടുംബം മുതലേ ഈ ഫ്രണ്ടിനെ കാണുവാണ്. അവിടെ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ ജീവിതം ഒത്തുചേരുന്നതാണ്. അവർ തന്നെ ഒരുമിച്ച് വീടെടുക്കും, അവരൊരുമിച്ച് കാറ് വാങ്ങും, അവർ തന്നെ ഒരുമിച്ച് അവർ കല്യാണം നടത്തും. ഞങ്ങൾ ഒരുമിച്ചാണ് ഇന്ത്യൻ കഴിഞ്ഞ് പോകുന്നത്. അതല്ല അവസ്ഥ. അതെ അതെ. ഞാൻ ഇപ്പോഴാണ് ഞാൻ രാവിലെ തുടങ്ങി 3 മക്കളാ. ആ ആവലാതി ഞാൻ ഇതിന്റെ ക്ലൈമാക്സിൽ നായകനോട് പറയിപ്പിച്ചിട്ടുണ്ട്. ആവലാതി ഞാൻ പറയിപ്പിച്ചിട്ടുണ്ട്. PSC ചേർത്തോളൂ എന്റെ മക്കൾ ഇപ്പോഴേ കഷ്ടപ്പെടുവേ എന്ന് പറയുന്നുണ്ട്. അല്ല, ഈ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റിയും കുറവാണ്. എല്ലാവർക്കും PSC കിട്ടുമെന്ന് നിർബന്ധമില്ല. അതിന് ആകെ 3-4 ലക്ഷം ആൾക്കാരുണ്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ. അപ്പൊ ബാക്കി ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ വേണമെങ്കിൽ ഇപ്പം കൂടുതൽ പേർച്ചയിൽ പോണോ? എല്ലാരും ഭയങ്കര ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നില്ല. ഇങ്ങനെ ക്വാളിറ്റി അല്ല അവരെ നോക്കുന്നത്, പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കാര്യം. അത് സത്യം പറഞ്ഞ ഈ ഒരു മൂവി സർക്കാരിസം പോലെ എനിക്ക് തിരിയുന്നത്. പക്ഷെ അത് നല്ലതാണ്, കാരണം ഹെൽത്തി കോൺവെർസേഷൻ ആണ്, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. ഇതുപോലെ കല്യാണം കഴിയാത്ത കസിനെല്ലാം പിന്നെ 30 വയസ്സ് വരെ കാണാനെങ്കിലും ഒരു പെണ്ണിനെ കിട്ടുന്നുണ്ട്, ബ്രോക്കർ വഴിയോ എങ്ങനെയാലും പെണ്ണ് കാണാൻ പോയി ചായ കുടിക്കാനെങ്കിലും ഒരു പെണ്ണിനെ കിട്ടുന്നുണ്ട്. പക്ഷെ 30 ശേഷം പെണ്ണ് 30 കഴിഞ്ഞല്ലേ എന്തോ ഇപ്പൊ ചെറുക്കന്റെ എന്തോ പ്രശ്നം പോലെ ആയിരിക്കും അതിനെ കാണുന്നത് 30 ശേഷം വരും. പിന്നെ ഭയങ്കര സ്റ്റാർ ആവണമെന്നില്ല ഈ പടത്തില്, ഭയങ്കര സ്റ്റാർ ആയിട്ട് ആരുമില്ല. പക്ഷെ എല്ലാവർക്കും അറിയാം. നിങ്ങൾ TV പറഞ്ഞാൽ ഇന്ന് കാണുന്നത് ഫസ്റ്റ് സരിക കലാഭവനെയാണ്. അവിടെ അഭിനയിക്കുന്നത് ഉണ്ണിരാജ, മറിമായം, അപ്പുറത്ത് തട്ടിമുട്ടുള്ള ജയകുമാർ, ഇതൊക്കെ നിങ്ങൾ ഡെയിലി കാണുന്ന ആൾക്കാരാണ്. ഇവര് ചിത്രയും കുഞ്ഞിക്കണ്ണഞ്ചേരും തൃന്നാത്തം കേസ് കോഡില് മലബാറിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഇവരുൾക്കാരൻ ചെയ്യാത്ത ഷോപ്പുകളും പിന്നെ ഫംഗ്ഷനും ഇല്ല, എല്ലാവർക്കും അറിയാം. ഞാൻ എന്തിന് പിന്നെ ഭയങ്കര സ്റ്റാറിനെ നോക്കി പോണം അല്ലെ? ഇവരാകുമ്പോഴേ 30 ദിവസം ചാത്തൊന്നും ചെയ്യണ്ട, അവിടെ ഇരുന്നോളൂ. എനിക്ക് എപ്പോഴും വേണമെങ്കിൽ ഇന്നൊരു സീൻ എക്സ്ട്രാ പെട്ടെന്ന് വന്ന് ഇപ്പം ഫൈസൽ മാസ്റ്ററോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എഴുതും, ഞങ്ങൾ എഴുതും, ഉടനെ വിളിക്കാം അല്ലെ? മറ്റൊരു ചാർട്ട് ചെയ്ത് എന്തൊരു കഷ്ടമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പോകുമ്പോ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അതിനുശേഷം ഡബിങ്ങിനല്ല എറണാകുളത്ത് പോകുമ്പോ ഷിജോട്ട വടകര എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ട്, അത് ചോദിച്ചു വടകര പോകാൻ ഭയങ്കര അത് മാത്രമല്ല, ഈ അറ്റത്തുനിന്ന് വന്ന ആൾക്കാരുണ്ട്, മഞ്ജു പത്രോസ്, അപ്പുറത്ത് അരിസ്റ്റോ സുരേഷ്, ഇവരൊക്കെ വടകര ഭാഷ വന്നിട്ട് വടകര ഭാഷയിലങ്ങ് തകർക്കും. ഭയങ്കര നമ്മള് പ്രൊഡക്ഷൻ കമ്പനി ഭയങ്കര ഹാപ്പിയായി ഇവരെ പെർഫോമൻസില്. അപ്പൊ അതിന് ഈ നാട്ടുകാരിൽ എത്തിക്കുക എന്നുള്ളതും
ഇത് ജനകീയ പടമാണ്. ഇതില് ഞങ്ങൾ വടകരയിലെ മേപ്പയില് കുട്ടം എന്ന് പറഞ്ഞ ഒരുപാട് നാട്ടുകാരുടെ പടമാണ്. ഒരു നമ്മൾ ഈ ലൊക്കേഷന്റെ ടൈമിൽ ഇപ്പൊ എന്തെങ്കിലും ഫ്രീ ടൈമിൽ ഇരിക്കുമ്പോ ഷിജുവായിട്ട് ഒരുപാട് ഇങ്ങനെ അനുഭവങ്ങളാ പറയാനില്ലേ? ഇത് കേട്ട് ഇങ്ങനെ ചിരിച്ചിങ്ങനെ ഇത് ഇങ്ങനെ വേദന എടുക്കുന്ന വെച്ചാൽ ഇങ്ങനെ നിർത്താൻ പറ്റില്ല. അപ്പൊ ഇതെല്ലാം ശരിക്കും ജീവിതത്തിൽ നിന്ന് കിട്ടിയ ഒരുപാട് കാര്യങ്ങളാണ്. ചെറിയ കാര്യങ്ങൾ ഇപ്പം എന്റെ അമ്മ എന്റെ വൈഫ് എന്നോട് പറയും, പിന്നെ നമുക്ക് ഒറിജിനൽ ലൈഫിലുള്ള ചെറിയ കാര്യമാണ്. ഇപ്പം പടത്തിൽ നിങ്ങൾ കാണിക്കാറില്ല. അങ്ങനത്തെ ഒരുപാട് എന്റെ വൈഫിനോട് ഞാൻ ചൈനയിലുള്ള സമയത്ത് അമ്മക്ക് വേറെ പൈസ വേണമെന്ന് പറയും. നമുക്ക് എന്തിനാ പൈസ, നമുക്ക് മരുന്നിന്റെ പൈസ കൊടുക്കുന്നുണ്ട്, ഭക്ഷണമുണ്ട്, ഡ്രസ്സ് വാങ്ങി കൊടുക്കുന്നുണ്ട്, നിങ്ങൾ വീട്ടിൽ പോയി കൊടുക്കും, ഓട്ടോ കൊടുക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞ് നിങ്ങൾക്ക് അമ്മേന്റെ ഷട്ടിന് സൈസ് അറിയാമെന്ന് വെച്ചു അറിയാമോ, ബ്രാൻഡ് സൈസ് അറിയാമെന്ന് വെച്ചു. ഇതൊന്നും നമുക്ക് സ്വന്തം വാങ്ങണം, 1000 രൂപ നമുക്ക് കൊടുക്കണം മാസത്തില്. ഇത് സിനിമയിൽ പറയണോ? മക്കൾ അറിയണം നമുക്ക് പൈസ കൊടുക്കാണ്. അറിയില്ലല്ലോ. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒരുപാട്. ഹോസ്പിറ്റലിൽ പോയി വന്നാൽ പിന്നെ നമ്മളിപ്പം നാട്ടുമ്പുറത്ത് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാല് ഒരു വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകും. 9 മാസം എടുക്കുന്ന ഭർത്താവ് 9 മാസത്തെ ഭാര്യക്ക് ഇപ്പൊ ഞാൻ എക്സ്പീരിയൻസ് ആണ്. ഇപ്പം ഡോക്ടർ അടുത്ത് പോയി ഗൈനക്കോളജിസ്റ്റ് പറയും, അയ്യോ ഷുഗർ ഉണ്ടല്ലോ, ഒന്ന് ഡയറ്റീഷ്യനെ കാണിക്കുക, 300 രൂപ. അയ്യോ കുറച്ച് ഫീവർ ഉണ്ട്, ഒരു ഫിസിഷ്യനെ കാണിക്കണം. ഉണ്ട് 300 900 രൂപ ഫീസ് തരാം. അപ്പോ മരുന്ന് അവിടെ തന്നെ വാങ്ങണം, ഇവര് എഴുതി തരുന്ന മരുന്ന്. അപ്പൊ പറയും പിന്നെ ഡയറ്റും മൂത്രത്തിൽ പഴുപ്പ്. അപ്പൊ ആര് കാണിക്കണോ? ജനറൽ മെഡിസിൻ. 4 ആളെ കാണിക്കണം. ഈ ഗൈനക്കോളജിസ്റ്റിന് ഈ 4 ആളെ മെഡിസിൻ എഴുതി തരാൻ അറിഞ്ഞൂടാ. ശരി, നാട്ടുപുറത്ത് കുഞ്ഞു ക്ലിനിക്ക് പോയി കഴിഞ്ഞാലും ഇതാണ് ഉണ്ടാവുക. ഇതൊക്കെയാണ് റീജിയണൽ, ഇതെല്ലാ നാട്ടിലുണ്ട്. പക്ഷെ നമ്മളെ ഓരോ നാട്ടിലും അവരുടെ ഭാഷയും അവരുടെ സംസ്കാരവും അത് വെച്ച്. അപ്പം ധരിച്ചിരിക്കുന്ന ഭാര്യ അവൾക്ക് 9 മാസം ഗർഭിണിയായിട്ട് ധരിച്ചിരിക്കുന്നതായിരിക്കും. ഭർത്താവിന് ഈ 1200 കൊടുക്കേണ്ട വേദന, 900 ദിവസം കൂലി അല്ലേ, അതിൽ 300 രൂപ വിവരം വെച്ചാൽ 600 രൂപ ഉണ്ടാവുള്ളൂ. ഓന്റെ തരിപ്പ്. അങ്ങനെ കുഞ്ഞു കാര്യങ്ങള് ലോക സിനിമയെ കാണിക്കുക. അതായത് പിന്നെ ഇതില് കല്യാണം കഴിയാത്തത് ഒരു ഗവൺമെന്റ് ജോലി ഇല്ലാത്തത് കൊണ്ടും കല്യാണം കഴിച്ചിട്ടില്ലതൊരു ഗവൺമെന്റ് ജോലിക്കാരനെയും എല്ലാം കഴിച്ചിട്ടുള്ള ജീവിതം നമ്മൾ അറിയില്ല കേട്ടാ. ഭാരതരാജന്റെ സിനിമയിലും കാമുകനും കാമുകി ഒന്നിച്ചിട്ട് കടപ്പുറത്തോടെ നടന്നു പോകുന്നതേ കാണിച്ചിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്തുള്ള ജീവിതം കാണിച്ചിട്ടില്ല. ഗവൺമെന്റ് ജോലിക്കാരനെ കഴിച്ചിട്ടാകുമ്പോൾ ചില വിഷമങ്ങളും. എന്റെ വൈഫ് എന്നും എന്നോട് പറയും, പിന്നെ ഞാൻ ഇങ്ങനെ നടന്നു കളിക്കുന്നില്ല, ഓ ഒരു എൽഡി ക്ലർക്കിനെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു, ഒരു യു ഡി ക്ലർക്ക് കല്യാണം കഴിച്ചു, ഓട്ടോ കല്യാണം കഴിച്ചായിരുന്നു. ഞാൻ ചോദിച്ചു എൽഡി ക്ലർക്കിന് ശമ്പളം അറിയാമോ? സ്കൂൾ ശമ്പളം, യു പി സമയത്ത് 10,000 ശമ്പളം, 10,000 രൂപ LIC, EMI 25,000 രൂപ. ഒരു പനി അല്ലെങ്കിൽ ഒരു കുരു ഇവിടെ വന്നാൽ മതി അടുത്ത മാസത്തേക്ക് അങ്ങോട്ടേക്ക് അറിയാൻ വേണ്ടിയിട്ട് അല്ലെ. പറയാനും മറ്റു കാര്യമില്ല. നമ്മൾ ഒരു ദിവസം ഓരോ നിമിഷവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് പറഞ്ഞത്, ഏജ് ജസ്റ്റ് നമ്പറാണ്. 40 വയസ്സായാലും 50 വയസ്സായാലും. എന്നോട് ഇപ്പൊ നാട്ടിലിപ്പോ ഞാൻ ഇറങ്ങിയിട്ട് പോകുമ്പോൾ ബസ് ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ നടന്നിട്ട് ഞാൻ വീട്ടിലേക്ക് നടന്നു പോകുമ്പോ എന്തെല്ലാം സിനിമ ഇറങ്ങിയാ എത്ര വയസ്സായിട്ട് എനിക്ക് സിനിമ എടുത്ത് അവിടെയും വന്നത് എത്ര വയസ്സായി. ഇപ്പൊ ഞാൻ എന്റെ മോനും പറയുന്നതാണ്. എന്റെ മോൻ കൊലയിൽ വരുമ്പോ വീട്ടിലേക്ക് കൂടാ, എന്തിനാ നീ കളിക്കുന്നത്? അപ്പം ഞാനൊക്കെ കളിച്ചൂടെ? എത്ര വയസ്സായിട്ട് എനിക്ക്. സ്കൂളിൽ അങ്ങനെ ടീച്ചർ പറയുക സ്കൂളിൽ അറിയോ വൈ ആർ യു ഡൂയിങ് ലൈക്ക് ദിസ് അല്ലേ. എന്റെ അച്ഛൻ പറയാറുണ്ട്, ഞാൻ എടുത്ത് വീട്ടിൽ പോയി കിടക്കും, നിങ്ങൾക്ക് എത്ര വയസ്സായി ഉറങ്ങിയ. അതാണ് ആ ഒരു സാധനം എപ്പോഴും വയസ്സ് എത്രയായി പറഞ്ഞു. നന്നായി ടൈറ്റിൽ കണ്ടപ്പോ പെണ്ണ് കാണാൻ പോകുന്ന 5ഉം 6ഉം പോയി കഴിഞ്ഞ പിന്നെ മടുത്ത് അല്ലെ. ഏതൊക്കെ മടുക്കും? 10ഉം 60ഉം 70 ഞാൻ 100 പെണ്ണ് കണ്ടിട്ടുണ്ട്. ഇല്ല പോയി കണ്ടത് സ്കൈപ്പ്. അന്ന് സ്കൈപ്പാണ് ഞാൻ പെണ്ണ് കാണുമ്പോ. സ്കൈപ്പിലൂടെ കണ്ടത് അതിലേറെ. ഓക്കെ. അപ്പോ ഇതിലെ കഥാപാത്രം വിടാതെ പിന്തുടരുക. ഒരു എല്ലാ വിഷമമുള്ള ഒരു വ്യക്തിയാണ് ഈ പടത്തിലെ നായകൻ. ചിരിച്ചു പറയുകയാണെങ്കിലും ഒരു വേദനയാണ് സാധനം. പണി നല്ലതില്ല. പിന്നെ അയൽവക്കത്തുകാരെല്ലാം കളറല്ല. കാര്യം വരുന്ന വീട്ടിൽ കാര്യം വരുമ്പോ എനിക്കും ഇതുപോലെ തന്നെ ഇപ്പോഴുള്ള വൈഫ് സെറ്റ് ആയപ്പോഴും അവരവിടുന്ന് വരാൻ തുടങ്ങി. വീട്ടിൽ വന്ന് അന്വേഷിക്കണ്ടേ. 100 വേവലായിരിക്കാം. ഇത് ഈ വഴിക്ക് വരുമോ ആ വഴിക്ക് വരുമോ. ആ വഴിക്ക് ഞാൻ പൈസ കൊടുക്കാനുള്ള ആളുണ്ട്, കുറ്റം പറയും. ഈ വഴിക്ക് എന്റെ അച്ഛന്റെ ശത്രു ഉണ്ട്, കുറ്റം പറയും. ഏത് വഴിക്ക് കൊണ്ടുവരും? ഈ കൊണ്ടുവന്നതിൽ ആരൊക്കെ മറച്ചു വെക്കണം. ഇത് ഒരു കള്ള ജാതകം. കാരണം ഇവർക്കറിയാം എന്റെ അനിലാണ്, ഇവർക്കറിയാം ഉത്തരാടാന്ന്. ഒരുപാട് പ്രശ്നം. അതുപോലെ നായകനും അനുഭവിക്കുന്ന പ്രതിസന്ധികളാണ്. അവിടുത്തെ റിലേറ്റീവ് ആക്ച്വലി ലൈഫിലുള്ള കാര്യം തന്നെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചേച്ചി ആദ്യത്തെ സിനിമയിലുള്ള ഒരു ഡയലോഗ് പറയണം. ആ കോടതിയിൽ വെച്ചിട്ട് അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് ഡയലോഗ്സ് ആണ് അതിലുള്ള എല്ലാം. ഏതെങ്കിലും ഡയലോഗ് ഓർത്ത്
അതെങ്കിലല്ല ഒരു ഡയലോഗ് ഞാൻ പറയാം, അത്രയില്ലല്ലേ ഡയലോഗ്. അത് ഒന്നിക്കാൻ തീരുമാനിച്ച ഒരു സ്ത്രീക്കും പുരുഷനും സ്വന്തം ഓട്ടോ അല്ലാണ്ട് വേറെ ഏതാണ് സാറേ കംഫർട്ട് ആയിട്ടുള്ള സ്ഥലമുള്ളത്? സുരേഷ് ചേട്ടൻ ഒരു തിരക്കും ഉണ്ടായിട്ടാ വീട്ടിൽ പോയിട്ട്, എനക്ക് അത്രയും ഉണ്ടായിട്ടാ. അതുകൊണ്ട് തന്നെ നല്ലോണം വലിയാന്ന് സുരേഷ് ചേട്ടൻ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 20-25. അല്ലാണ്ട് ഈ വക്കീലിന്റെ സൗകര്യത്തിന് വണ്ടി ഓടിക്കാനൊന്നും എന്റെ സുരേഷ് ചേട്ടന് കിട്ടൂല. സുരേഷ് ചേട്ടൻ ഭയങ്കര കെയറിംഗ് ആണ്. അതാണ് സുരേഷ് ചേട്ടൻ്റെ സ്വാസ്ഥ്യ വിൻസറേസ്. അതാണ് എന്റെ ലൈഫ്. ഇതിന്റെ എല്ലാം മേലെ കിടക്കുന്ന ഡയലോഗുകളാണ് ഈ പടത്തിൽ വരാൻ പോകുന്നത്. കാരണം ഈ ഒരു ഡയലോഗ് ഭയങ്കര ഗുസ്തംസ് ആണ്. അതെ അതെ. കാരണം ഞാൻ തിയേറ്ററിൽ കണ്ടത് ആദ്യം. ഞാൻ ഒരു വിശ്വസിച്ചതാ ഇപ്പൊ കഴിഞ്ഞ ആക്ച്വലി ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. കാരണം ആ ഒരു ക്യാരക്ടർ അത്രയ്ക്ക് ഡെപ്ത് എന്റെ മനസ്സിൽ മാത്രമല്ല എല്ലാവരും ഞാൻ നമ്മൾ ടീനേജേഴ്സ് ആയിട്ടുള്ള എല്ലാവരുടെ മനസ്സിൽ കയറി പറ്റി. കാരണം ഇങ്ങനെ ഒരു ഡ്രസ്സിന് കിട്ടാൻ ഭയങ്കര പാടാ പബ്ലിക്കായിട്ട് പറയാതെ. ട്രൂ ലവ് അല്ലേ? ഇങ്ങനെ കിട്ടാൻ ഭയങ്കര പാടാ. നമ്മളത് സെർച്ച് ചെയ്യാം. ഭയങ്കര ഗൂഗിളില് അടുത്തൊരു വേറെ പടം വരാൻ പോകുന്നു, ഹൃദയഹാരിയായ. ഞാൻ പിന്നെ ചാപ്പാട് ഇറങ്ങിയിട്ട് നടക്കാന്ന് വിചാരിച്ചു. അതല്ല, അങ്ങനെയല്ല, അതെല്ലാം എല്ലാത്തിനും സമയമുണ്ട്. അത് പുതിയ പ്രോജക്ട്സ് ഏതൊക്കെയാണ്? വയസ്സത്രയും, പിന്നെ ഈ ഹൃദയഹാരിയായ പ്രണയകഥ, പിന്നെ പൊറാട്ട നട. ഇത് 3 ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം ഒന്നും വന്നിട്ടില്ല. സ്റ്റോറി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇറങ്ങുമ്പം മിക്കവാറും ആ നാവ് പൊന്നാട്. അല്ല, ഷിജുവേട്ടൻ പറഞ്ഞതല്ലേ നേരത്തെ ഇന്റർവ്യൂ കണ്ടിട്ട് തന്നെ. ഞാൻ ഒരുപാട് ഇന്റർവ്യൂസ് എല്ലാ ഇന്റർവ്യൂ എന്ന് പറയുമ്പോ എനിക്ക് ഭയങ്കര പേടിയോ, ഭയങ്കര സബ്ജക്ട് ക്ഷാമോ എനിക്ക് സംസാരിക്കാൻ വേണ്ടി. ഇത് കാസ്റ്റ് ചെയ്യാൻ ചേട്ടൻ കുറച്ച് ആദ്യം കാസ്റ്റ് ചെയ്ത ചേച്ചിയാണെന്ന് പറഞ്ഞു. ഓരോരുത്തർക്ക് ഇത്ര സബ്സ്റ്റിറ്റ്യൂട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നു? അല്ല ബ്രോ, അങ്ങനെയല്ല. നമ്മൾ ചെറിയ പടമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഓക്കെ, നമ്മൾ കോൾ ചെയ്തതില് പിന്നെ 100 കോളിൽ 75ഉം 80ഉം നമ്മളെ തള്ളിക്കയറുന്ന ആൾക്കാരാണ്. ഈവൻ കൊറിയോഗ്രാഫറുടെ കൂടെ പ്രശാന്ത് മുരളിയാണ് അഭിനയിക്കുന്നത് പറഞ്ഞാൽ കൊറിയോ ചെയ്യാൻ ആളില്ല. പക്ഷെ ഇത് കൊറിയോ ചെയ്ത ആള് ഒരു തമിഴ്നാട്ടുകാരൻ 3 പാട്ടും 2 പാട്ട് അയ്യപ്പദാസ് എന്ന് പറയുന്ന ആളാണ്. അവര് ഭൂമാവുമ്പോഴാണ് ഞാൻ ഈ പാട്ട് കണ്ടത്. ടി സീരീസും സരിഗമേനും ഈ ഇതിലൊരു മെയിൻ പാട്ടുണ്ട് പൂക്കാക്കുമ്പോൾ റിലീസ് ചെയ്തില്ല. ആ പാട്ട് കൊറിയോഗ്രാഫി ചെയ്ത ആള് നമ്പർ വാങ്ങിയിട്ട് അയാൾക്ക് തുരുതുരാ പണിയായിപ്പോ ഇഷ്ടംപോലെ വർക്കുണ്ട്. അയ്യപ്പദാസ് എന്ന് പറഞ്ഞ ആൾക്കാർ ഇതിലൊരു വിനീത് ശ്രീനിവാസന്റെ പാട്ട് ചെയ്തിട്ട് ഭയങ്കര വർക്കാണ്. ഇപ്പൊ എന്നും എന്നെ വിളിച്ചിട്ട് പറയും, ചേട്ടനക്ക് അവിടെ കിട്ടി, എനിക്ക് ആ പാട്ടിന് ഈ ബൈറ്റ്സ് അയച്ച, ആ പാട്ടിന് ആ ബൈറ്റ്സ് അയച്ചാന്ന് പറഞ്ഞിട്ട് അണ്ടർ എസ്റ്റിമേഷൻ ഭയങ്കര ഉണ്ടാവും. ഭയങ്കര സ്റ്റാർ, പുതിയ കമ്പനി, പിന്നെ അത്ര ഫേമസ് അല്ലാത്ത ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ പുതിയത്, പിന്നെ ഹീറോ ഫസ്റ്റ് ഹീറോ ആയിട്ട് വരുന്ന പടം, ഭയങ്കര അണ്ടർ എസ്റ്റിമേറ്റ് ഉണ്ടാവും. നിങ്ങൾ പാട്ട് വിൽക്കാൻ പോകുമ്പോഴും എന്ത് വിൽക്കാൻ പോയി കഴിഞ്ഞാലും. പക്ഷെ അതെന്റെ വിശ്വാസം ആദ്യത്തെ 3 ദിവസം തിയേറ്ററിൽ പടം ഓടിക്കുമ്പോഴത്തേക്ക് മാറി കിട്ടുന്നതാണ്. അത്രയും കോൺഫിഡന്റ് ആണ് ഈ പടത്തിന്. ഇവരെല്ലാം അത്രയും കോൺഫിഡന്റ് ആണ്. കാരണം ഇപ്പോഴുള്ള ജനറേഷനിലുള്ള പിള്ളേര് ഓടുന്നല്ല, അവർക്ക് കിട്ടുന്നത് അവർക്ക് തിയേറ്റർ 2 hours അവരെ എക്സ്ട്രീം എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇപ്പൊ ഞാൻ നിങ്ങളെ ഫേസിൽ കാണുന്ന എക്സൈറ്റ്മെന്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇതൊരു ബമ്പർ ഹിറ്റ് ആവണം. സിനിമ നാട്ടിലെത്തിക്കുന്ന ഹിറ്റ് ആവണം. കാരണം സിനിമകൾ വിജയിക്കണം. കാരണം ലൈഫിലുള്ള ചെറിയ ചെറിയ കോമിക്സ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പ്രേക്ഷകർക്ക് ഒരുപാട് ഫീൽ ചെയ്യാറുണ്ട്. റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം നമുക്ക് വയസ്സ് എത്രയെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ റിലേറ്റ് ചെയ്യാൻ വേണം. എന്റെ ലൈഫിൽ തന്നെ ഞാൻ പറഞ്ഞു വീട്ടിൽ അച്ഛൻ പറയുന്നത് ലൈഫിൽ പറഞ്ഞ സിറ്റുവേഷൻസ് എന്തായാലും ഡെഫിനറ്റ്ലി സക്സസ് ആവും. അതിലും ഇതില് പിന്നെ മഞ്ഞുമൽ ബോയ്സിനെ പോലെ എനിക്ക് ഇതിലെ ഒറിജിനൽ കഥാപാത്രങ്ങളെ പുറത്ത് കാണിച്ച് നടക്കാൻ പറ്റില്ല. അത് ഇപ്പൊ അവർക്ക് ഒരു ഫാമിലി ഉണ്ടാവും. അപ്പൊ നമുക്ക് അതിന് അവരുടെ ഒരു എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. പക്ഷെ അവര് എന്തായാലും അവർക്ക് പിന്നെ ഇതില് മറ്റൊരു പ്രത്യേകത അങ്ങനെയല്ല. അല്ല, ഇത് ആ വടകര മാത്രല്ല, നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മുടെ വീട്ടിലുണ്ട് ഈ ഓരോ ക്യാരക്ടേഴ്സും. അപ്പൊ മറ്റു പ്രത്യേകത 75 വയസ്സായി കൈതപ്പത്തിന്. ഓക്കെ, കുറെ കാലം അദ്ദേഹത്തിന് പാട്ടുകളില്ലാതെ ഇതില് 75 വയസ്സ് ശേഷം 5 മണിക്കൂർ കൊണ്ട് 6 മനോഹരമായ പാട്ടുകൾ തന്നെ യൂട്യൂബിൽ വളരെ മനോഹരമായ 6 പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. 3 മ്യൂസിക് ഡയറക്ടർമാർ, 2 കൊറിയോഗ്രാഫർ, പിന്നെ ടെക്നിക്കൽ എല്ലാ എക്സ്പെർട്സ് ഉപയോഗിച്ചിട്ടുണ്ട്. തമിഴ് പടങ്ങൾ, ഹിന്ദി പടങ്ങൾ മാത്രം ചെയ്യുന്ന സൗണ്ട് എഞ്ചിനീയർ, പിന്നെ എല്ലാം അപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം. അതെ, കുഞ്ഞുപടം എന്ന് പറഞ്ഞ് പ്രേക്ഷക ദൈവം തള്ളിക്കളരുത്. ഇത് നമ്മൾ മലയാളികൾ മാത്രമല്ല, അതായത് സിനിമ എന്ന മേഖലയിലെ വമ്പൻ താരങ്ങളെയാണ് വെച്ചിട്ടുള്ളത്. സെയിം ടൈം ഇതിന് തമിഴ് ഓൾറെഡി പിന്നെ റീമേക്കിനുള്ള അവകാശം പോയി. യോഗി ബാബു അഭിനയിക്കാണ് ഡിസംബറിൽ. ഉണക്കി എന്നാച്ച് എന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അദ്ദേഹം ഇഷ്ടപ്പെടണമെങ്കിൽ അതിന്റെ ഒരു എടുക്കുന്ന ഒരു സ്പെഷ്യൽ ക്യാരക്ടർ, പ്രശാന്തിന്റെ ക്യാരക്ടർ പ്രത്യേകതയുണ്ടെന്ന് എനിക്ക് ഉറപ്പായി. അസാധ്യമായി ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം പ്രധാന സമയത്ത് ഫഹദ് ഫാസിലും അല്ലെങ്കിൽ പിന്നെ ആസിഫ് അലിയോ കുഞ്ചാക്കോ ആണെങ്കിൽ ഇവിടെ കുട്ടി ഘോഷായിരിക്കും. അദ്ദേഹം ഒരു വളരെ മനോഹരമായി ചെയ്തിട്ടില്ല. കക്ഷിയുടെ പോലും ഞാൻ പോലും പറയാം,
ലാസ്റ്റ് കിങ് ഓഫ് കോത്ത അതിലുള്ള ക്യാരക്ടർ പോലും ഭയങ്കര ഡെപ്ത് ആണ്. അതിൽ ചെറിയ റോളാണെങ്കിൽ പോലും നമുക്ക് അത് ഫീൽ ചെയ്യും. പക്ഷെ ലാസ്റ്റ് ക്ലൈമാക്സിലുണ്ട് ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആക്ടർ. ചെറിയ കാര്യങ്ങൾ കൂടെ ഇപ്പൊ നമ്മള് ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്. അതെ 4 വർഷം പിന്നെ ഡിഗ്രി പഠിച്ചത് അയാൾ ഇതാണ്, അഭിനയമൊക്കെ പഠിച്ചതുകൊണ്ടാണ്. അപ്പം ഓരോ ചെറിയ സാധനം പറഞ്ഞു കൊടുത്താൽ മതി, അയാൾ കാണിച്ചു കൊടുത്തത് പ്രശാന്ത് അയാളാണ്, ഈ ഈ ഒറിജിനൽ അയാളാണെന്ന് പറഞ്ഞു കൊടുത്താല് സംസാരിച്ചു വന്ന് തിരിച്ചു വന്നാൽ ചെയ്യും. അതൊരു അതങ്ങനെയാണ് അതറിയാം. പ്രശാന്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പോലും ആ ഒരു പ്രത്യേകത ഉണ്ട്. നല്ലപോലെ പെർഫോം പിന്നെ രമ്യ സുരേഷ് ഒരുപാട് റോളുകൾ കണ്ട് അമ്മ, അമ്മമ്മ, കുഞ്ഞമ്മ, അമ്മായി സഖാവാണ്. രമേശ് എല്ലാ ചേരിയിലെ ഏജ് ഓവർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലേ ചേരിയിലെ? അതെല്ലാം ഡെപ്തിൽ ചെയ്തിട്ട് പടവെട്ടെന്ന് നീങ്ങിയത് പോലും തോന്നുമ്പോ ടക്ക് 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 പാട്ടുകൾ നല്ല പാട്ടാണ് എല്ലാരും. ഓഡിയോ 4 പാട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. 2 പാട്ട് കൂടി ഉണ്ട്. വിനീത് ശ്രീനിവാസൻ 2 പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ഒന്ന് സജീർക്കൊപ്പം മലബാറിലെ മെയിനാണ്, വൈക്കം വിജയലക്ഷ്മി, എല്ലാം അപ്പർ ഗ്രൗണ്ടോട് ഉപയോഗിച്ചിരിക്കുന്നത്. മാർച്ച് 22 റിലീസ് ചെയ്യാണ്. അപ്പുറത്ത് ആടുജീവിതം, ഇപ്പുറത്ത് ആടിനൊപ്പമുള്ള ജീവിതം. ആട് കണ്ടില്ല? മനുഷ്യരുടെ ജീവിതം അതെ, അത് നജീബിന്റെ ജീവിതം, ഇത് പെണ്ണ് കിട്ടാത്ത ജീവിതം, ഋഗേഷിന്റെ ജീവിതം. ഓക്കെ, എന്തായാലും വമ്പൻ. കാരണം മറ്റൊന്ന് ലൈഫ് റിലേറ്റഡ് ആണെങ്കിൽ രണ്ടും രണ്ടും വിജയിക്കണം. സിനിമകള് തിയേറ്ററിൽ വരണം, ആളുകളുടെ സിനിമ വെക്കേഷൻ ആണ്. 28 പെസഹയാണ്, 29 ഗുഡ് ഫ്രൈഡേ, 30 ഫോർത്ത് സാറ്റർഡേ, 31 ഈസ്റ്റർ, സ്കൂൾ അവധി. പിന്നെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോടൊക്കെ ഒരുപാട് ചിത്രം കേസോട് കണ്ടിട്ട് കാത്തിരിക്കുകയാണ്. സിനിമാ കമ്പനി കംപ്ലീറ്റ് പ്രശാന്തിനെ അറിയുന്നതാണ്. അവർക്ക് പ്രശാന്ത് എന്നൊരു പുതിയ നടന്റെ സ്റ്റാർ വരുവാണ്. അത് ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. പിന്നെ പുതിയ സ്ക്രിപ്റ്റ് റൈറ്റർ, പുതിയ മ്യൂസീഷ്യൻ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും പുതിയതാണ്. കൊറിയോഗ്രാഫർ, തമിഴ് കൊറിയോഗ്രാഫർ മലയാളത്തിൽ കലാവാൻ പോവാണ്. പുതിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സൻഫീർ എന്ന് പറഞ്ഞ പുതിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് ചെയ്യുന്നത്. പപ്പൻ എന്ന് പറഞ്ഞ പഴയ രാജസ്ഥാനിന്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ മനോഹരമായിട്ട് ഒരു പുതിയ സാധനം ഒരുക്കിയെടുത്തിട്ടുണ്ട്. അതായത് വടകര മൊത്തമായിട്ട് പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. അതെ, എന്തായാലും നല്ലൊരു ക്യാമറാമാൻ സമീർ ജിബ്രാൻ, അത് ഞാൻ പറയാൻ പറഞ്ഞത്. സമീർ ജിബ്രാൻ എന്ന് പറഞ്ഞ ക്യാമറാമാൻ ആണ്. പിന്നെ പിക്സ്, അതുപോലെ തന്നെ അഭ്യൂഹം, ഒരുപാട് നല്ല പടങ്ങൾ ചെയ്തിട്ടുണ്ട്. മൂപ്പർ അവിടെ തന്നെ ഇരുന്നാണ് കുറെ ഷൂട്ടിന്റെ കുറെ ദിവസം മുന്നേ അവിടെ ഇരുന്നാണ്. അവിടുത്തെ പകലും രാത്രി കാണാൻ വേണ്ടിയിട്ട് നല്ല ലൈറ്റിംഗ്, മനോഹരമായി ലൈറ്റിംഗ് ചെയ്ത്. നമ്മൾ എനിക്ക് ഇഷ്ടപ്പെട്ട പഴയ പടത്തിൽ കിലുക്കം എന്നുള്ള പടത്തിലാണ് ഏറ്റവും നല്ല ലൈറ്റിംഗ്. ആ സമയത്ത് ദീപവിധാനത്തിന് അവാർഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ അതില്ലെന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ ഈ പടത്തിന് എന്തായാലും അറിയിക്കപ്പെട്ടതായിരിക്കും. കാരണം ഒരു വടകര മൊത്തമായിട്ട് നമുക്ക് പിക്ചറൈസ് ചെയ്ത് അത് ഞാൻ വന്നിട്ടില്ല. ഡെഫിനറ്റ്ലി ഇത് കാണുന്നത് ഞാൻ എന്തായാലും പറ്റി. ഇന്ദ്രൻസ് ജയനാണ് 4 പ്രാവശ്യം നാഷണൽ അവാർഡ്. ഇന്ദ്രൻസ് ജയാണ് കോസ്റ്റ്യൂം. ഓക്കെ, പിന്നെ പാട്ട് കോസ്റ്റ്യൂം ചെയ്ത ഞാനാണ്, പാട്ടിന്റെ കോസ്റ്റ്യൂം ഡയറക്ടർ ഞാനാണ്. പിന്നെ അതുപോലെ തന്നെ ജിത്തു പൈനൂർ, ദിലീപിന്റെ മമ്മൂട്ടിന്റെ പേഴ്സണൽ മേക്കപ്പ് മാനാണ്. മേക്കപ്പ് മാന് പ്രൊമോഷൻ സോങ് മേക്കപ്പ് കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് ജിഷാദ്, മോഹൻലാൽ പേഴ്സണൽ കോസ്റ്റ്യൂമർ. ഒന്നും ചെറുതല്ല, പായസമാണ്, പക്ഷെ നല്ല പായസ. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ മറ്റൊരു നടി ജനിച്ചു, പക്ഷെ എസ്റ്റാബ്ലിഷ് ആകാൻ പോവാണ്. ഒപ്പം ഇവരെല്ലാം കൂട്ടത്തില് ഞാൻ. അത് നടന്നില്ലെങ്കിലും മാത്രമല്ലല്ലോ ഓളോ. അല്ല ചേട്ടാ, ഒരു പ്രശ്നം, അതായത് സ്ക്രിപ്റ്റ് റൈറ്ററാണ്, ഈ ക്യാരക്ടർ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തത്? ഞാൻ അളിന് ക്യാരക്ടർ ചൂസ്. നല്ല കാര്യമുണ്ട്. പ്രൊഡ്യൂസർ ഞാൻ അതുകൊണ്ട് ആ റോള് ചൂസ് ചെയ്യാം. പക്ഷേ എന്ത് വേണം, നമ്മൾ ചെയ്യണ്ട. നമ്മൾ എന്റെ തിരക്കഥാകൃത്ത് ഫൈസൽ മാഷ് പറഞ്ഞു, ഷിജോട്ടാ പിന്നെ ചിത്രം നിങ്ങൾ നിൽക്കുന്നല്ലേ, നിങ്ങൾ സീൻ കുറച്ച് കൂട്ടി എഴുതാം, പക്ഷെ അത് വേണ്ട. ഇപ്പൊ ഇവര് നല്ലൊരു പായസമാണ്, ഓൾറെഡി ടേസ്റ്റുള്ള സാധനമാണ്. അതിന്റെ അപ്പുറത്ത് ഞാൻ പഴമോ പപ്പടമോ ആയാൽ മതി, നിന്നാ മതി. ഇവരെ 10 സീനിന്റെ കൂടെ ഇവർ പെർഫോം ചെയ്ത് നമ്മൾ ചേർന്ന് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇവർക്കാരി കൊളുത്തി പെർഫോം ചെയ്യാനായിട്ട് ഞാൻ 2 സ്ഥാനം നിന്നാ മതി. അങ്ങനെയാണ് ആർട്ടിസ്റ്റും ഗ്രോ ആവേണ്ടത്, കൂടെയാണ് ഗ്രോ ആവേണ്ടത്. അല്ല അത് കൊള്ളാം. കാരണം ഉണ്ടല്ലോ, ചിലപ്പം പറഞ്ഞ ആൻസർ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം നമ്മൾ അങ്ങനെയാണ് അത് എങ്ങനെ നിൽക്കാവും. ഒരുപാട് സന്തോഷമുണ്ട് ചേട്ടാ. സിനിമ വൻ വിജയമാകട്ടെ. ചേച്ചി അടിച്ചു വിളിക്ക്. താങ്ക് യു ചേച്ചി. സിനിമ കുടുംബസമേതം ഫ്രണ്ട്സിനോട് കാണണം. തീർച്ചയായും. പിന്നെ എന്നെ കാണുമ്പോ ക്ലാപ്പ് ചെയ്യണം, ലിസ്റ്റിലടിക്കണം. ഒരുപാട് സന്തോഷമുണ്ട് എന്റെ പേരിലും എന്റെ ചാനൽ. ഓക്കെ, മലയാളത്തിന്റെ പേരിൽ. ഓക്കെ, പിന്നെ ഞങ്ങളുടെ എല്ലാ ക്രൂവിനും താങ്ക് യു. താങ്ക് യു. താങ്ക് യു.